മൈൽസ് ആൻഡ് മെമ്മറീസിൻ്റെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ സെർമട്ട് എന്ന അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമേ ഗതാഗതത്തിനായി ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് ഇവിടെ പെട്രോളോ ഡീസലോ വണ്ടികൾ നമുക്ക് കാണാൻ സാധിക്കില്ല. ഞാൻ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം പുറത്തെ ഗ്രാമത്തിലേക്ക് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടത് ഒരു കുതിരവണ്ടിയാണ്. ഇതിവിടെ ഒരു ഹോട്ടലിലേക്ക് ആളുകളെ കൊണ്ടുപോകാനായിട്ട് അവർ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഞാനിവിടെ എത്തിയത് സൂറിക്കിൽ നിന്നുമാണ്. ഏകദേശം 4.5 മണിക്കൂർ ട്രെയിൻ യാത്രയ്ക്ക് ശേഷമാണ് ഞാനിവിടെ എത്തിയത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതുപോലൊരു ഗ്രാമത്തിലേക്ക് എത്തിയതെന്ന്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു കാർ ഫ്രീ വില്ലേജ് ആണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, മൗണ്ട് മാറ്റർഹോൺ ഒന്ന് കാണണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനും കടന്ന് ഗ്രാമത്തിൻ്റെ പ്രധാന വീതിയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ റോഡിൻ്റെ രണ്ടു വശത്തും സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാച്ച് കമ്പനികൾ, അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചോക്ലേറ്റ് കമ്പനികൾ, അല്ലെങ്കിൽ വിൻ്റർ ക്ലോത്ത്സ് മാത്രം വിൽക്കുന്ന ഷോപ്പുകൾ, ഇതൊക്കെ ധാരാളം കാണുവാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സ് നമുക്ക് കാണാം. നിങ്ങൾക്ക് കാണാം എത്രമാത്രം ഇലക്ട്രിക് വാഹനങ്ങളാണ് ഈ ഗ്രാമത്തിലൂടെ ഓടുന്നതെന്ന്. നമ്മൾ എങ്ങോട്ട് മാറിയാലും ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ആൾക്കാർ ഏറ്റവും അധികം സന്ദർശിക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. ഈ മാറ്റർഹോൺ മൗണ്ടൻ സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്കീയിങ് ഡെസ്റ്റിനേഷനാണ്. സ്കീയിങ്ങിന് വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടെ ഏറ്റവും അധികമായിട്ട് എത്തുന്നത്. മാറ്റർഹോൺ മൗണ്ടൻ ഒന്ന് സന്ദർശിക്കുക, ആ മൗണ്ടൻ്റെ കുറച്ച് ഫോട്ടോകൾ എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹം. അപ്പോൾ അത് സാക്ഷാത്കരിക്കാനായിട്ടാണ് ഞാനിവിടെ എത്തിയത്. ഇപ്പോൾ നമ്മൾ ഈ ഗ്രാമത്തിൻ്റെ ഏകദേശം നടുഭാഗത്തിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് ഈ ഗ്രാമത്തിലെ
ഏറ്റവും പുരാതനമായ ഒരു പള്ളിയാണ്. ഈ പള്ളിയോട് ചേർന്ന് തന്നെ ഒരു സെമിത്തേരി നമുക്ക് കാണാം. ഈ സെമിത്തേരി ഇവിടെയുള്ള പർവ്വതാരോഹകരുടെ പേരിലാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മാറ്റർഹോൺ മൗണ്ടൻ ഏകദേശം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയി കുറച്ച് ഫോട്ടോ എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മൾ നടക്കുന്നത് ഒരു നദിയുടെ തീരത്തൂടെയാണ്. ഈ നദിയുടെ തീരത്തൂടെ കുറച്ച് ദൂരം കൂടെ മുമ്പിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കൊരു പാലം കാണാം. ആ പാലത്തിൽ നിന്നാൽ നല്ല ഫോട്ടോ എടുക്കാമെന്ന് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് കേട്ടു. ഞാൻ ആ പാലം ദൃശ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാറ്റർഹോൺ പർവ്വതനിരകൾ ഏകദേശം 3880 മീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. ഇത് സ്വിറ്റ്സർലൻഡിൻ്റെയും ഇറ്റലിയുടെയും അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ സ്കീയിങ്ങിന് വേണ്ടി ഈ സ്ഥലത്തേക്ക് ദിവസേന എത്താറുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം ധാരാളം ആളുകൾ സ്കീയിങ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത്. ഇപ്പോൾ റോഡിൻ്റെ ഇടതുവശത്ത് നദിയുടെ മറുകരയിലായി നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ ഒരു നിർമ്മാണം കാണാം. ഇത് മാറ്റർഹോൺ മൗണ്ടനിലേക്കുള്ള കേബിൾ കാറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. നമ്മൾ ഏകദേശം പാലത്തിന് അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഏറ്റവും ആകാംക്ഷയോട് കാത്തിരുന്ന മാറ്റർഹോൺ പർവ്വതനിരയുടെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ച. ഇവിടെ നിന്ന് കേബിൾ കാറിൽ ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ മാറ്റർഹോൺ മൗണ്ടൻ്റെ മുകളിലായി മാറ്റർഹോൺ ഗ്ലേഷ്യർ പാരഡൈസ് എന്ന് പറഞ്ഞൊരു സ്ഥലവും അവിടെ ഗ്ലേഷ്യർ സമ്മിറ്റുമുണ്ട്. നമ്മളിപ്പോൾ തിരിച്ച് നദിയുടെ മറുകരയിലൂടെ ഗ്രാമത്തിൻ്റെ മധ്യഭാഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 4 ഭാഗവും പർവ്വതങ്ങൾ മൂടി അതിൻ്റെ നടുവിലായി കാണുന്ന ഒരു കുഞ്ഞു ഗ്രാമമാണ് സെർമട്ട്. ഈ ഗ്രാമത്തിൽ ഏറ്റവും അധികം ആളുകൾ വരുന്നതും താമസിക്കുന്നതും കൊണ്ട് ഇവിടെ ധാരാളം ഹോട്ടലുകളും ഹോം സ്റ്റേയും കാണുവാൻ സാധിക്കും. നമ്മൾ വീണ്ടും സെർമട്ട് ഗ്രാമത്തിലെ പള്ളിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്.
ഇന്നത്തെ കാഴ്ചകൾ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മാറ്റർഹോൺ മൗണ്ടനും അങ്ങോട്ടേക്കുള്ള യാത്രയും അവിടുത്തെ ഗ്ലേഷ്യർ പാരഡൈസും വിശദമായി കാണിക്കാം. മൈൽസ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു അധ്യായമായി നമ്മൾ കാണുന്നതുവരെ യാത്രകൾ തുടരാം, ഓർമ്മകളായി ഓർക്കാം. നന്ദി, നമസ്കാരം.